സ്റ്റാർട്ട് ചെയ്തോ? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണ്? മുളക് ബജി. കാരണം ഇപ്പം മഴയൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പം നമ്മൾ വൈകിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ചായയിലൂടെ സ്പെഷ്യലായിട്ട് മുളക് ബജിയും അമ്മയുടെ ഒരു ചട്നി ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുളക് ബജിക്ക് അഫ്കോഴ്സ് മുളക് വേണം. മുളക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി? ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിക്കും. ഇത് ഒഴിച്ച് കുറച്ച് നേരം വെച്ചിക്കണം. എത്ര നേരം വെച്ചിരിക്കണം? ഒരു അരമണിക്കൂർ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചാൽ മുളക് മേടിക്കുക, അത് രണ്ടായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് പുളി പിഴിഞ്ഞ് അതിലൊഴിച്ച് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. എരിവ് ഉണ്ടെങ്കിലേ എരിവ് മാറിക്കിട്ടാൻ. കാരണം ബജി കഴിക്കുമ്പോൾ ഒരുപാട് എരിവ് ആകുമ്പം നമുക്ക് കഴിക്കുമ്പോൾ എരിയും വേറൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അതാണ് ആദ്യത്തെ ടാസ്ക്. ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി? ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം മസ്റ്റ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇത് ഒരു ഹാഫ് ആൻ അവർ ഇരിക്കുന്ന സമയം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അപ്പം നമ്മൾ മുളക് ബജി ഉണ്ടാക്കാനുള്ള ആ മാവ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതിൽ കൂടുതലായിട്ട് കടലമാവ്, കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി. കടല, മൈദ, അരിപ്പൊടി. കടലമാവാണ് കൂടുതലായിട്ട്. കുറച്ചധികം ഇടേണ്ടത് കടലമാവാണ് ഗൈസ്. അത് തട്ടുകയാണ്. മുട്ട ഒന്ന് തട്ടിയാൽ ഓക്കെ, അതാണ് തട്ടാൻ. കൂട്ട് പെരുങ്കായം. കൂട്ട് പെരുങ്കായം. അതെന്തോന്ന് പെരുങ്കായം? അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെയൊന്നും കൂടുതൽ ചോദിക്കരുത്, വിശദമായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ. ഇനി മുളക് പൊടി, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്തത് നമ്മൾ ഉപ്പിടുന്നു. ഇതാണ് മറ്റേ ഇന്ദുപ്പ്. കേട്ടിട്ടുണ്ടോ? ഇന്ദുപ്പ്. അടുത്തത് അറിയാം. സോഡപ്പൊടി ഒരു കുറച്ച് മതി. ഫൈനലി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് വെള്ളവും കൂടെ ഒഴിക്കട്ടാ. കുറച്ച് പറയണം, എന്നാലേ ഞാൻ നിർത്തൂ. അയ്യോ, ഫ്രെയിം കണ്ട മാവ് കുഴയുന്നത്. കുറച്ചും കൂടെ വെള്ളം വേണം. ഒത്തിരി വെള്ളമാവാനും പാടില്ല. ഓക്കെ, കുറച്ച് വെള്ളം മതി. ഇതിനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് മുക്കി പൊരിച്ച് എണ്ണയിലിടുക. അമ്മ ചായ ഉണ്ടാക്കി നമ്മളത് കഴിക്കും. സെറ്റാണ്. ഇപ്പൊ കറക്റ്റാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. സോ മുളക് ബജിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അത് പൊരിച്ചെടുക്കുന്നത്. എന്താ, നമ്മുടെ മുളക് അരമണിക്കൂറിൽ കൂടുതലായി പുളിവെള്ളത്തിലിരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ബാറ്ററും ഏകദേശം 10-15 മിനിറ്റ് കൂടുതലായി റെഡി ആയിട്ടിരിക്കുന്നു. ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. നമുക്ക് സൺഫ്ലവറും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ ഏതെടുത്ത്? വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണം. കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ, തേങ്ങ. പുളി വെള്ളത്തിൽ കിടന്ന് ഇതിലൊന്നേ കിടക്കുള്ളൂ അമ്മ. ആണെന്ന് തോന്നുന്നു ഈ കുഴപ്പം. ഞാൻ അമ്മയടുത്ത് അപ്പോഴേ പറഞ്ഞു.
ജീം ബൂംബ. ഇവിടെ പൊരിക്കുന്നു, അവിടെ മഴ പെയ്യുന്നു. ആ മഴ തീരണേന് മുമ്പ് കഴിയണം. ചായയും സരിതേ കുഞ്ഞ് കാണണമെങ്കിൽ അമ്മ ചീത്ത വിളിക്കായിരിക്കും. സരിത എടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതാ ഇത്രയാണ്. അമ്മ, അപ്പൊ ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഇതിൽ പുതിനില, മല്ലിയില, പിന്നെ സവാള, ടൊമാറ്റോ, പച്ചമുളക്, കുറച്ച് ഒരു ശകലം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചാറ്റ് മസാല നമ്മളിവിടെ സുണ്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനിലയും കുറച്ച് കൂടുതലാണേ. അതിന്റെ ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടുന്നത്. പുതിനിലയാണ് കൂടുതൽ. സവാള എന്ന് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് കുറച്ച് മതി, വളരെ കുറച്ച്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം മതി. നമ്മളിത് അടിച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആ സ്മെല്ലില്ലേ. ആക്ച്വലി നമ്മൾ പൂജപ്പുരം മണ്ഡപം അവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ബജിക്കടയിലൊക്കെ ചെല്ലുമ്പോൾ അവർ ആ ചട്നി തരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ. പക്ഷെ എനിക്ക് ആ ചട്നീനെക്കാട്ടി ഇഷ്ടം അമ്മ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ. പൊങ്ങണ്ട, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാൻ അതിന് വേണ്ടി. സോ ഗൈസ്, നമ്മുടെ അടിപൊളി മുളക് ബജിയും ചായയും ചട്നിയും ഒക്കെ റെഡിയായി. ചട്നി ഒരു രക്ഷയില്ല, ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ. ചട്നിയുടെ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അടിപൊളി ചട്നി. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പം എനിക്ക് മെയിൻ ഈ ഒരു ചട്നി വേണം. ഇപ്പോൾ കോളിഫ്ലവർ ആയാലും നോർമൽ ബജിയൊക്കെ ആയാലും ഇതും കൂടെ വരുന്നാലേ ആ ഒരു കോമ്പിനേഷൻ ഫില്ലാവുള്ളൂ. അപ്പോൾ നമ്മളിതാ ചായയും ഒരു മഴ ഉഗ്രം കഴിഞ്ഞു. നിങ്ങൾ എന്തോന്ന് ചായ ഇട് പിള്ളേരെ. അതായത് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഓ അങ്ങനെ. അവർക്ക് ചായ കൊടു. അമ്മ ഡയലോഗ് കഴിക്കാതെ അവർക്ക് ചായ കൊടുക്കും. ഗൈസ്, ഈ എൻ്റെ കപ്പ് പറ. നല്ല കപ്പല്ലേ? അതെ. ചട്നി വേണ്ടേ? പിള്ളേർക്ക് കൊടു. എടു. അമ്മൂനും കൂടെ കഴിക്കുന്നു. ഇവിടെ തന്നെ ഇവിടെ മുഖത്ത് എക്സ്പ്രഷൻ. അത് ആരും അത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. അതൊരു വികാരമില്ലാത്ത. അത് ചമ്മന്തി ഉണ്ടടി. അടിപൊളി ചമ്മന്തി. ഓ, സൂപ്പർ. അമ്മ ഫസ്റ്റ് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഒരു കുറേ മുളക് ബജി ഉണ്ടാക്കിയിട്ട് അന്ന് രാത്രി മൊത്തം തിന്നുകൊണ്ടിരുന്നു ഈ ചട്നിയായിട്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. സോ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. മുളക് ബജിയും ചട്നിയും ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കുന്നത് നിങ്ങൾ കാണുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുളക് ബജി കഴിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത സെറ്റ് കത്തിരിക്ക ബജി ഫ്രൈ ചെയ്തതും വന്നു. അപ്പോൾ ഏകദേശം കഴിച്ചു തീർക്കാനുള്ള സാധനങ്ങളൊക്കെ ആയി. കുഞ്ഞെ കണ്ടിടി. കുഞ്ഞതാ ദുബായിൽ നിന്നല്ല, കുവൈറ്റിൽ നിന്ന്. ഹായ് പറ. ഹായ് പറ. ഹായ് പറ കുഞ്ഞ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മുളക് ബജിയും വാഴക്ക ബജിയും കത്തിരിക്ക ബജിയും ഈ ചട്നിയായിട്ട്
കഴിച്ചു നോക്കുക. സോ അഭിപ്രായം പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.